ആണ് കണ്ടത്. ഇല്ല 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 അന്നേരം സംസാരിച്ചു. പക്ഷെ അന്നേരമൊക്കെ ഓരോരുത്തർ ചായൻ്റെ പാത്രവും അതൊക്കെ ഓരോരുത്തുണ്ട്. ചായൻ്റെ പാത്രം അതൊക്കെ ഓരോരുത്തുണ്ട്. സ്ത്രീകളാണ് ഒരു കൂടുതൽ. ഈ വീഡിയോ കണ്ടിട്ടേ കണ്ണ് നിറയാത്തവരെ ആരും ഉണ്ടാവില്ല അല്ലേ. അത്രയും ഭയാനകമായൊരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുക. ഈ അപകടം നടക്കണേൻ്റെ തൊട്ടു മുന്നേ അവരെ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വിഷമമെങ്കിലേ മരിച്ചവരുടെ കുടുംബക്കാർ, നാട്ടുകാർ, അവർക്കൊക്കെ എന്തുമാത്രം വിഷമമുണ്ടാവും അല്ലേ. അവർ ഈ ടൂർ പോകുമ്പോഴൊക്കെ ഈ വീഡിയോ ചിത്രീകരിക്കുമ്പോഴൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടോ അല്ലേ ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്. വളരെ നിമിഷ നേരം കൊണ്ടാണ് എല്ലാം ഇല്ലാണ്ടായതല്ലേ. അതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. നമ്മളൊന്നല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സ്നേഹത്തോടും സമാധാനത്തോടും കഴിയാൻ ശ്രമിക്കുക. പരസ്പരം ദേഷ്യമോ വൈരാഗ്യമോ മനസ്സില്ലാണ്ട് കഴിയാൻ നോക്കുക. പിന്നെ അതിൽ ഒരുപാട് പേര് ഡ്രൈവറെ കുറ്റം പറയുന്നത് കമൻറ്റിൽ കണ്ടു. സംഭവം ചെറുപ്പക്കാരനാണ്, എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. എങ്കിലും ആ സമയം വരുമ്പോൾ അത് എക്സ്പീരിയൻസ് ഉള്ളതാണോ ഇല്ല എന്നല്ല അവിടെ നോക്കുക, സംഭവിക്കും. പിന്നെ നമ്മൾ ട്രാവലറൊക്കെ വിളിച്ചിങ്ങനെ ആഘോഷിച്ച് പോകുമ്പോഴേ ഇടയ്ക്ക് നമ്മുടെ ഡ്രൈവർമാരുടെ കാര്യം കൂടി നമ്മളൊന്ന് പരിഗണിക്കണ്ട കേട്ടോ. ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ, ചോദിക്കാറുണ്ടോ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടെന്നുള്ള കാര്യങ്ങൾ. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മളെ സുഖം മാത്രം അല്ലേ. ഡ്രൈവർ അവരുടെ ജോലി ചെയ്യാന്നാണ്, പക്ഷേ ഡ്രൈവറും ഒരു മനുഷ്യനാണ് എന്നൊരു കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങൾ ഓർമ്മപ്പെടുത്താട്ടോ. ഒരു സ്കൂളിലെ മുഴുവൻ അധ്യാപകരാണല്ലേ ഇല്ലാണ്ടായത്. ആ സ്കൂള് ഇനി വരും വർഷങ്ങൾ തുറക്കുമ്പോഴൊക്കെ എന്തായിരിക്കും അല്ലേ. കുട്ടികൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ഒറ്റ അധ്യാപകരായിരുന്ന വണ്ടിയിലുണ്ടായിരുന്നു അല്ലേ. എല്ലാവർക്കും ക്ഷമ കൊടുക്കട്ടെ. അപ്പോൾ ആ വീട്ടുകാരുടെയും ആ നാട്ടുകാരുടെയും ആ കുട്ടികളുടെയും എല്ലാവരുടെയും ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരാം കേട്ടോ.